നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ള വീഡിയോ ആണ് ചെയ്തു വരുന്നത്. അശ്വതി മുതൽ വിശാഖം വരെയുള്ള നക്ഷത്രക്കാരുടെ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. അനിഴ നക്ഷത്രക്കാർ ശനിദശയിലാണ് ജനിക്കുക. ശനിദശ ആകെ 19 വർഷമാണ്. ഏകദേശം പകുതി എന്നുള്ള കണക്കുകൾ നോക്കുമ്പോൾ 10 വർഷം ശനിദശ ഉണ്ടാകുമെന്ന് ഊഹിക്കാം. അങ്ങനെ വരുമ്പോൾ ബുധദശ 27 വയസ്സുവരെയും, കേതുർദശ 34 വയസ്സുവരെയും, ശുക്രദശ 54 വയസ്സുവരെയും, ആദിത്യദശ 60 വയസ്സുവരെയും, ചന്ദ്രദശ 70 വയസ്സുവരെയും, 77 വയസ്സുവരെ ചൊവ്വാദശയുമാണ് ലഭിക്കുക. ബുധദശയും ശുക്രദശയും ചന്ദ്രദശയുമാണ് അനിഴ നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലങ്ങൾ. നിങ്ങൾക്ക് ഇപ്പൊ ഏത് ദശാകാലമാണ് നടക്കുന്നത് എന്നനുസരിച്ച് ഫലത്തെ ചിന്തിക്കുക. അനുകൂല ദശാകാലമാണ് എങ്കിൽ ഈ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. പ്രതികൂല ദശാകാലമാണ് നടക്കുന്നത് എങ്കിൽ അനുകൂല ഫലങ്ങൾ കുറയുകയും പ്രതികൂല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്തേക്കാം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം ഫലത്തെ നിശ്ചയിക്കാൻ. നമുക്കിനി അനിഴ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള പുതുവർഷ ഫലം ഒന്ന് നോക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ്. ധനാഗമനത്തിന് പുതിയ വഴികളൊക്കെ തുറന്നു കിട്ടുന്നതാണ്. തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാകുന്നതാണ്. മെഡിക്കൽ രംഗം, ജലസംബന്ധമായിട്ടുള്ള തൊഴിലുകൾ, മറൈൻ ജോലികൾ, സാനിറ്ററി സംബന്ധമായിട്ടുള്ള തൊഴിലുകൾ, ബിസിനസ്സുകാർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഡയറി ഫാം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കെല്ലാം തന്നെ അനുകൂല സമയമാണ്. ഈ പുതുവർഷത്തെ അനിഴ നക്ഷത്രക്കാർ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അലസത വെടിഞ്ഞുകൊണ്ട് പ്രവർത്തന നിരതരാകുകയാണെങ്കിൽ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ ആരോഗ്യം മോശമായിരിക്കുന്ന വ്യക്തികൾക്കും ആദ്യത്തെ പകുതി അനുകൂലമല്ല, രണ്ടാമത്തെ പകുതി അനുകൂലമാകുന്നതാണ്. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തേക്കാം. ക്ഷമയോടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മനസ്സ് കാട്ടുന്ന സമയമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള അനിഴ നക്ഷത്രക്കാർക്ക് അവരുടെ പ്രോജക്റ്റുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. എന്നിരുന്നാലും പരിശ്രമിച്ച് മുന്നോട്ട് പോയാൽ, മടിയൊക്കെ വെടിഞ്ഞ് മുന്നോട്ട് പോയാൽ അതൊക്കെ കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർ കൂടുതൽ സ്വാർത്ഥ മനോഭാവങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ തിരിച്ചടി ഉണ്ടാകുന്നതുമാണ്. സ്ത്രീകളായിട്ടുള്ള അനിഴ നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് വിവാഹം നടക്കാം. സന്താന സിദ്ധിയും ഉണ്ടാകുന്നതാണ്. പൊതുവെ തൊഴിലിൽ ഉയർച്ചയും ആദരവൊക്കെ ലഭിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായേക്കാം. മുതിർന്നവർക്ക് സുഖചികിത്സ, പുണ്യക്ഷേത്രം, അതേപോലെയുള്ള പുണ്യസ്ഥലങ്ങളുടെ സന്ദർശനം എന്നീ ഗുണഫലങ്ങളിൽ ലഭിക്കാം. ഇത്രയും കാര്യങ്ങളാണ് അനിഴ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകും എന്നുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.